2018 ഓഗസ്റ്റ് മാസമാണ് ഇടുക്കി സ്വദേശിയായ വിഷ്ണു സുഹൃത്തിനൊപ്പം ഷാർജയിലെത്തുന്നത്. ഹെയർ ഡ്രസ്സറായി ഷാർജയിലേക്ക് എത്തിയ വിഷ്ണു 8 മാസങ്ങൾക്ക് ശേഷം ഒരു തവണ ലീവിന് നാട്ടിലെത്തിയിരുന്നു. പിന്നീട് അയാളുടെ ചേതനയറ്റ ശരീരമാണ് 1.5 വർഷത്തിനു ശേഷം വീട്ടുകാർക്ക് ലഭിച്ചത്. 2021 ജൂൺ 15-ാം തീയതിയാണ് വീട്ടുകാരെ തേടി വിഷ്ണുവിൻ്റെ മരണവാർത്ത എത്തുന്നത്. ഒരു കൊലപാതകം നടന്നു എന്നല്ലാതെ ഇതിൻ്റെ ദുരൂഹത ഇന്നും വീട്ടുകാർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ സഹോദരി ഉണ്ണിമായും ഭർത്താവും ചേരുകയാണ്. വിഷ്ണു കൊല ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതിന് വല്ല രേഖകൾക്കുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർഡറാന്ന് എഴുതിയിട്ടുണ്ട്. മർഡറാണെന്നുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ല പരാതി അയച്ചോ? പരാതി അവിടെ കേസുണ്ടെന്ന് പറഞ്ഞിരുന്നു. കുറ്റക്കാരായ 16 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ബോഡി നാട്ടിലെത്തിച്ചതിന് ശേഷം നമുക്ക് യാതൊരു വിവരങ്ങളും അറിയാൻ സാധിച്ചിട്ടില്ല. അല്ല, പിന്നെ നിങ്ങൾ ആർക്കും എഴുതിയില്ല? ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആർക്കാ കൊടുത്തത്? കുമ്മനം രാജശേഖരൻ സാറ് വന്നപ്പം ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നിവേദനം കൊടുത്തിരുന്നു. അതേപോലെ പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വി ഡി സതീശൻ സാറിന് പറയാന്ന് പറഞ്ഞു, അന്വേഷിക്കാന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കൊലപാതകമാണല്ലോ, അന്വേഷിക്കേണ്ടതല്ലേ? അതെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എംബസിയിലേക്ക് കത്തെഴുതിയിരുന്നു? എംബസിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് പറ്റിയത് അവസ്ഥ. വി ഡി സതീശൻ സാറ് വഴി ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എംബസിയിലേക്ക് നേരിട്ട് കത്തയക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ്. വി ഡി സതീശൻ അയക്കണത് വേറെ അയക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പണി അദ്ദേഹം ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് കത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾ നോർക്കയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. നോർക്കയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. നോർക്ക റൂട്ട്സിൽ വഴിയാണ് ബോഡി നാട്ടിലെത്തിച്ചതും. നോർക്ക വഴിയാണ് ബോഡി നാട്ടിലേക്ക് എത്തിച്ചതെങ്കിൽ ഈ കൊലപാതകമായതുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള ബ്ലഡ് മണി ഇതൊക്കെ കിട്ടേണ്ടതുണ്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട്. ഇതൊക്കെ കിട്ടാൻ വേണമെന്നെങ്കിൽ എംബസിയാണ് ഇടപെടേണ്ടത്. എംബസിയിലേക്ക് നിങ്ങളെ വേണ്ട പോലെ ഗൈഡ് ചെയ്തിട്ടുണ്ടോ സംശയമാണ് ആരും. കാരണം എംബസിയിലേക്കാണ് നിങ്ങൾ പവർ ഓഫ് അറ്റോർണി അയക്കേണ്ടതിരുന്നത്. നിങ്ങൾ ആർക്കും അയച്ചു കൊടുത്ത്? അമ്മയുടെ സഹോദരൻ ബോഡി കൈമാറി എന്തൊരു ആളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദറാണ്. ആളായിരുന്നു ആ സമയത്ത് എല്ലാ കാര്യത്തിനും വേണ്ടി അവിടെ നിന്നിരുന്നത്. പുള്ളിക്കാണ് പവർ ഓഫ് അറ്റോർണി കൊടുത്തത്. അതിനുശേഷം നിങ്ങൾ ഈ പവർ ഓഫ് അറ്റോർണി പ്രകാരം എന്തെങ്കിലും പൈസ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നും ഇയാൾക്കുള്ള എന്തെങ്കിലും അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അടിയന്തരമായിട്ടൊരു കത്ത് ഇന്ത്യൻ അംബാസിഡർ ദുബായിലല്ലേ ഉണ്ടായിരുന്നു? കൗൺസിലേറ്റാണ്. ആ കൗൺസിലേറ്റിലേക്ക് അയക്കണം. ദുബായ് കൗൺസിലേറ്റിലേക്ക്. ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ടുള്ള കൗൺസിലേറ്റാണ് ദുബായിലുള്ളത്. എംബസി അബുദാബിയിലാണുള്ളത്. ആ കൗൺസിലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിലേക്ക് അയച്ചാലും കുഴപ്പമില്ല. ഒന്ന് കൗൺസിലേറ്റിലേക്കും അയക്കാം, ഒന്ന് എംബസിയിലേക്കും അയക്കാം. ഇയാൾ കൊല്ലപ്പെട്ടതിൻ്റെ എല്ലാ ഹിസ്റ്ററി എഴുതണം. കൊല്ലപ്പെട്ട് 3 കൊല്ലമായി, ഞങ്ങൾക്ക് ഒരു പൈസ പോലും കിട്ടിയില്ല, ഞങ്ങളിങ്ങനെ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ട്, ആ പവർ ഓഫ് അറ്റോർണി പ്രകാരം ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ലെറ്റർ കൊടുക്കണം. ഈ കത്ത് നിങ്ങൾ വിദേശകാര്യമന്ത്രിക്ക് അയക്കണം. നിങ്ങളാൾ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടു, യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനും കിട്ടിയിട്ടില്ല, കുടുംബം കാത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു തരത്തിലുള്ള കൊല ചെയ്യപ്പെട്ടവർക്ക് കൊടുത്ത ശിക്ഷയെക്കുറിച്ചൊന്നും ഞങ്ങളറിയില്ല, ഞങ്ങൾക്ക് ഇയാളെക്കുറിച്ച് യാതൊരു ഇതും ഫർദറായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇയാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കുടുംബാംഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് അയക്കണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടതുണ്ട് എന്ന്. നിങ്ങളുടെ ഏറ്റവും വലിയ അബദ്ധം നിങ്ങളുടെ അമ്മാവന് പവർ ഓഫ് അറ്റോർണി കൊടുത്തതാണ്. അതെന്താ പറയണത്? ആള് അതിനുശേഷം കോണ്ടാക്ട് ചെയ്യാറില്ല. ബോഡി നാട്ടിലേക്ക് അയച്ചതിന് ശേഷം നമ്മൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ആൾ താല്പര്യപ്പെടുന്നില്ല. അതേപോലെ വിഷ്ണു ജോലി ചെയ്തിരുന്ന ഓണർ എംബസിയിൽ പോയി അന്വേഷിച്ചപ്പോഴും ആ ആളുടെ അടുത്തും കറക്റ്റായിട്ടൊരു മറുപടി അവർ പറയുന്നില്ല. എംബസിക്കാർ ഒന്നും തന്നെ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓഫീസിൽ ചെന്ന് ഓഫീഷ്യലായിട്ടൊരു നോട്ടീസ് അയക്കും. അതേപോലെ തന്നെ സലാം പാപ്പനിശ്ശേരി സാറായിരുന്നു അന്നത്തെ അഡ്വക്കേറ്റ്. കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ കോണ്ടാക്ട് ചെയ്തത്. ആളെയും പലതവണ കോണ്ടാക്ട് ചെയ്തിട്ടും ആളും കറക്റ്റായിട്ട് ഒന്നും അവിടെ നിന്ന് അറിയാൻ സാധിച്ചില്ലെന്ന് മാത്രമേ പറയുന്നു. അങ്ങനെ ഇനി നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. എല്ലാവരെയും സംസാരിച്ചു. നിങ്ങൾ എംബസിയിലേക്ക് കത്ത് എഴുതൂ, ഇതിൽ എന്തോ ചതി നടന്നാണെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ആ ചതി എന്താണെന്ന് അന്വേഷിക്കണം.
ഇതിലിടപെട്ട എല്ലാ ആളുകളും ഇതിലെന്തോ ശരിയല്ലാത്ത കാര്യം നടന്നിട്ടുണ്ട് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണുവിന് അർഹതപ്പെട്ട ഒന്നും ആ കുടുംബത്തിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കബളിപ്പിക്കപ്പെട്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. ഇത് എംബസിയാണ് ഇതിൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ടത്. ഇവർ അടിയന്തരമായിട്ട് എംബസിക്ക് എഴുതും. എംബസി ഇതിന് വേണ്ടുന്ന ഒരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇത്തരത്തിലുള്ള നിർധനരായ നിരാലംബരായ മനുഷ്യർ മരണപ്പെടുകയും അവരുടെ കുടുംബം അനാഥമാവുകയും ചെയ്യുമ്പോൾ വളരെ നിശബ്ദമായിട്ടിരിക്കുന്ന എംബസി എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് മനസ്സിലാക്കുന്നില്ല. സലാം പാപ്പനശ്ശേരിനെ എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹം ഇതിൽ ഇടപെടണം, എന്താണെന്നുള്ളത് അവരോട് വ്യക്തമായിട്ട് പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ആളുകൾ, ഒരു കുടുംബം അതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ കൊല ചെയ്യപ്പെട്ട അവിടെ ബ്ലഡ് മണി ഉണ്ടെന്നുള്ളത്? ഉറപ്പല്ലേ? ആ കമ്പനിയിൽ നിന്ന് അയാൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടല്ലേ? അതും കിട്ടിയില്ലല്ലോ, ഒരു പൈസ പോലും കിട്ടിയില്ലല്ലോ. ഇതെല്ലാം ആര് തട്ടിയെടുത്തുവെന്നും നിങ്ങളറിയണം. നിങ്ങളൊരു ഒറ്റ മിസ്റ്റേക്കുള്ളൂ, നിങ്ങളുടെ കസിന് കൊടുത്ത പവർ ഓഫ് അറ്റോർണിയാണ് നിങ്ങൾ അപകടം ചെയ്തത്. അല്ല, ബോഡി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതൊക്കെ ഇതിലൊക്കെ തന്നെ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട പവർ ഓഫ് അറ്റോർണി എംബസിക്കാണ് ഡെഡ് ബോഡി മേടിച്ച് വയ്ക്കാൻ, വ്യക്തികൾക്കല്ല. വ്യക്തികൾക്ക് നിങ്ങൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോൾ ഡെഡ് ബോഡി വാങ്ങി അയക്കാൻ മാത്രമാണ് കൊടുക്കേണ്ടത്, മറ്റ് അവകാശങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കരുത്. ഈ ആദ്യം ചതിക്കപ്പെടുന്ന നിരവധി ആളുകൾ ഗൾഫ് മേഖലകളുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ഈ വിഷ്ണുവിൻ്റെ കുടുംബവും ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എംബസിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നിങ്ങളുടെ MP ആരാ? അദ്ദേഹത്തോട് പറയാം, ഡീൻ കുര്യാക്കോസിനോട് പറയാം. അദ്ദേഹം മുമ്പ് MP ആയുള്ള ആളല്ലേ, അദ്ദേഹത്തോട് പറയാം, നിങ്ങൾ ചെന്ന് പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, ഇതിങ്ങനെ ചതി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനാണ് ഇതിലെന്തെങ്കിലും ഇടപെടാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സാറേ, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് കാര്യമല്ല, കാരണം ഒരു ജോലിക്ക് പോയ മനുഷ്യനാണ്. അതെ, അതും അന്വേഷിക്കണം. അതാണ് പറഞ്ഞത്, ഈ കേസിൻ്റെ ഫുൾ ഡയറി എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. വെറുതെ ഒരാളാണ്ട് കൊല്ലുക, അതിന് യാതൊരു ഇതുമില്ല, അയാളെ കാശും മേടിച്ച് വയ്ക്കുക. ഇതൊക്കെ വളരെ അപകടകരമായ സ്ഥിതിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. ഈ വിഷയം ഉന്നയിക്കണം എന്നുള്ളത് തന്നെയാണ് ഡീൻ കുര്യാക്കോസിനോട് എനിക്ക് പറയാനുള്ളത്. ഡീൻ കുര്യാക്കോസിനോട് പറയാനുള്ളത്, ഈ ആളുകളുടെ വിഷയം നിങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കണം. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ ആളാണല്ലോ അങ്ങ്. അതുകൊണ്ട് അങ്ങയുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു, ഈ കുടുംബം എങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അങ്ങ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞങ്ങളെന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് അവയർനെസ്സിനുള്ളതാണ് കൊടുത്തത്. നിങ്ങൾ ഇന്ത്യൻ എംബസിക്ക് അടിയന്തരമായിട്ട് കത്തെഴുതണം, ഈ ഫാക്ട്സ് മുഴുവൻ വെക്കണം. ഈ പൈസ എവിടെ പോയി എന്നറിയില്ല, എന്തായാലും ശരി ഇത്തരത്തിലുള്ള ഒരു ഇത് മുഖ്യമന്ത്രിക്കും ഇതിനെ പറ്റിയിട്ട് വീണ്ടും നിങ്ങൾ കത്തെഴുതണം. ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ട്, ഇയാളിങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്, ഇതോ ഈ പൈസ കിട്ടിയിട്ടുണ്ടോ എന്നറിയണം ഈ ആളുകൾക്ക്. അയാളെന്താണൊന്നും മിണ്ടാത്തത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് കാര്യങ്ങൾ നീക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേട്ടാ, ഒന്ന് പറയണ്ടോ? ഇല്ല, അന്ന് ഇതേപോലെ തന്നെ മണിയാച്ചാനും ഇവരെല്ലാവരും വരും. എന്തെങ്കിലും അവർക്കും കറക്റ്റായിട്ടുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ ആൾക്കാർ പിടിച്ചതിന് ശേഷം അപ്പോൾ ഇവളുടെ അമ്മാവൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിനെ ഇങ്ങനെ ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം, അതുകൊണ്ട് നമുക്ക് അവരുടെ പേരിൽ കേസ് കൊടുക്കണം, അതേപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ശിക്ഷ വേണം. അങ്ങനെയാണ് ഇത് ഇവരെല്ലാവരും അമ്മാവന് ബോഡി അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എഴുതി കൊടുത്തത്. അമ്മാവൻ പറയണ പേപ്പറിൽ എല്ലാത്തിലും ഒപ്പിട്ട് കൊടുത്തത്. ഇതാണ് പറ്റിയത്. അത് വലിയൊരു അപകടമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർക്ക് എങ്ങനെയെങ്കിലും എന്തായാലും ഇതിലിപ്പോൾ അയാൾ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല നിങ്ങളെ ക്ലെയിം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ക്ലാരിറ്റി വരുത്താനാണ് എംബസിക്ക് നിങ്ങളോട് കത്തെഴുതാൻ പറഞ്ഞത്. ഡീൻ കുര്യാക്കോസിനോട് പറഞ്ഞിട്ട് അയാളും എംബസിക്ക് കത്തെഴുതട്ടെ, നിങ്ങൾ കൂടെ എഴുതുക കേട്ടാ. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇതിലൊക്കെ ചെയ്യാനുള്ളത്. ഓക്കെ, ശരി.